അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു തആല സ്വീകരിക്കുന്ന, അല്ലാഹു തട്ടിക്കളയാത്ത 3 പേരുടെ പ്രാർത്ഥനകളുണ്ട്. അത് ഒരിക്കലും അല്ലാഹു ഉത്തരം ചെയ്യാതിരിക്കില്ല. അങ്ങനെയുള്ള പ്രാർത്ഥനകളാണ്. 1, ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന. അത് അല്ലാഹു തട്ടിക്കളയില്ല, അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. ഹദീസിൽ തന്നെ കാണാം, ദഅവത്തുൽ മദ്ലൂമി മുസ്തജാബ, ആക്രമിക്കപ്പെട്ടവൻ്റെ ദുആക്ക് ഉത്തരമുണ്ട് എന്നാണ്. ആയതുകൊണ്ട് നമ്മൾ ഒരാളെ ആക്രമിച്ചാൽ അവൻ്റെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം ചെയ്തുകൊണ്ട് അവസാനം നമ്മൾ ഖേദിക്കേണ്ടി വരും. ഈ ഒരു അവസ്ഥ ഉണ്ടാകും. ഒരു കവി പഠിപ്പിച്ചു, ലാ തളിമന്ന ഇദാ മാ കുന്ത മുഖ്തദിറ ഫളുൽമു യർജിഉ ഉഖബാഹു ഇലൻ നദമി. ഓ മനുഷ്യ, നീ ഒരാളെയും ആക്രമിക്കരുത്. വാക്കാൽ അക്രമം നടത്തരുത്, പ്രവർത്തിയാൽ അക്രമം നടത്തരുത്. ഇങ്ങനെ ഒരു രീതിയിലും ഒരാളെ സാമ്പത്തികമായി ആക്രമിക്കരുത്, ശാരീരികമായി ആക്രമിക്കരുത്, പരിഹസിച്ചുകൊണ്ട് ആക്രമിക്കരുത്, ഗീബത്ത് പറഞ്ഞുകൊണ്ട് ആക്രമിക്കരുത്, നമീമത്ത് പറഞ്ഞുകൊണ്ട് ആക്രമിക്കരുത്, ഇകഴ്ത്തി കൊണ്ട് ആക്രമിക്കരുത്, ഏഷണി പറഞ്ഞുകൊണ്ട് ആക്രമിക്കരുത്, ഭീഷണി പറഞ്ഞുകൊണ്ട് ആക്രമിക്കരുത്. ഇങ്ങനെ ഒരു നിലക്കും ഒരാളെയും ആക്രമിക്കാൻ പാടില്ല. അങ്ങനെ ആക്രമിച്ചാൽ മാകുന്ത മുഖത്തതിറ, നിനക്ക് എല്ലാ കഴിവുകളും ഉണ്ട് എന്നതുകൊണ്ട് മറ്റുള്ള ആളുകളെ നീ അക്രമം നടത്തരുത്. കാരണം ഫളുൽമു യർജിഉ ഉഖബാഹു ഇലൻ നദമി, അക്രമം നടത്തുമ്പോൾ അതിൻ്റെ അനന്തര ഫലം അത് ഖേദത്തിലേക്കാണ് എത്തിച്ചേരുക എന്നാണ് ആ കവി പഠിപ്പിക്കുന്നത്. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലു ളാലിമൂൻ. അക്രമികൾ ചെയ്യുന്ന അക്രമത്തെ തൊട്ട് അല്ലാഹു അശ്രദ്ധനല്ല എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അവർക്ക് കൊടുക്കേണ്ട വിധത്തിൽ തന്നെ അല്ലാഹു കൊടുക്കുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആക്രമിക്കപ്പെട്ടവൻ്റെ ദുആക്ക് ഉത്തരമുണ്ട്. ഒന്നതാണ്. മറ്റൊന്ന് അല്ലാഹു തആലാന്റെ റസൂൽ പറയുന്നത് ദഅവത്തുൽ മുസ്ലിമി, ദഅവത്തുൽ മുസാഫിരി, യാത്രക്കാരൻ്റെ ദുആ. യാത്രക്കാരൻ്റെ ദുആ അല്ലാഹു തആല അവൻ്റെ യാത്രയിൽ ഉടനീളമുള്ള ദുആ അല്ലാഹു സ്വീകരിക്കാതിരിക്കുകയില്ല. ആയതുകൊണ്ട് യാത്രക്കാരനോടൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ്. യാത്രക്കാരുടെ ദുആ അത് അല്ലാഹു തട്ടിക്കളയുകയില്ല. മറ്റൊന്ന് പറഞ്ഞത്, മാതാപിതാക്കൾ തൻ്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ദുആ അതും അല്ലാഹു തട്ടിക്കളയുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. മക്കൾക്ക് അനുകൂലമായി ദ്വാരക്കുകയാണെങ്കിൽ അതും തട്ടിക്കളയില്ല. ഇനി മക്കൾക്ക് പ്രതികൂലമായാണ് ദ്വാരക്കണമെന്ന് വെക്കുക, അതും തട്ടിക്കളയുകയില്ല. അങ്ങനെ നമുക്ക് ബഹുമാനപ്പെട്ട ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിലൊക്കെ അത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ 3 പേരുടെ ദുആ നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. അവർ നമുക്ക് എതിരിൽ ദുആ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക്, ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിപ്പെടാതിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.